ഓക്കെ ഫൈൻ. JJK സീസൺ നമ്പർ 3 എപ്പിസോഡ് നമ്പർ 2 അവസാനിക്കുന്നത് ടെൻഗനെ കാണുവാൻ വേണ്ടി യൂജിൻ ടീമും കൂടെ അവൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നിടത്ത് വെച്ചാണ്. അവിടെ വെച്ച് ടെൻഗൻ അവർ തിരിച്ച് പോകാറാകുമ്പോഴേക്ക് അവിടെ വെച്ച് വിളിക്കുന്നു. അവരെ ഓരോരുത്തരെ അഡ്രസ്സ് ചെയ്യുന്നിടത്താണ് എപ്പിസോഡ് നമ്പർ 2 അവസാനിക്കുന്നത്. എപ്പിസോഡ് 3യും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേ മീറ്റിങ്ങിൽ കൂടി തന്നെയാണ്, അതായത് ടെൻഗനുമായിട്ടുള്ള മീറ്റിംഗ്. സോ നമ്മുടെ യൂജിൻ ടീമും അവിടെ ടെൻഗനെ അഡ്രസ്സ് ചെയ്യുകയാണ്. ആ ഒരു ടൈമിൽ ടെൻഗൻ പറഞ്ഞു, ഞാൻ ആദ്യം വരാതിരുന്നത് നിങ്ങൾ കെൻജാക്കുവിൻ്റെ ആൾക്കാരാണെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കെൻജാക്കു? അപ്പോഴേക്ക് നമ്മുടെ ടെൻഗൻ പറയുന്നുണ്ട്, കാമോ നോറിട്ടോഷി, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്ന്. അതായത് ഇപ്പോൾ നമ്മുടെ ഗേറ്റോയുടെ ബോഡിയിൽ ഗേറ്റോനെ കൺട്രോൾ ചെയ്യുന്ന ആരാണോ അതാണ് കെൻജാക്കു. അതിൻ്റെ ഇടയ്ക്ക് മെഗമി യൂജിയൊക്കെ ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇമ്മോർട്ടൽ ആണല്ലോ, എന്നിട്ടും താങ്കൾ എന്നെ കാണുമ്പോൾ നല്ല രീതിയിൽ ഏജ് തോന്നിക്കുന്നുണ്ടല്ലോ എന്ന്. ഇത് നേരെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഗോജോയും ഗേറ്റോയും കൂടെ സ്റ്റാർ പ്ലാസ്മ വെസൽ, അതായത് ഈ ടെൻഗന് വേണ്ടിയാണല്ലോ ആ ഒരു പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യണം തുടർന്ന് ടോജി ആയിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളെല്ലാം നടത്തിയത്. സോ ഇവഞ്ച്വലി ആ ഒരു വെസലിനെ അവിടെ വെച്ച് കൊല്ലുകയാണ് ചെയ്തത് ടോജി. അതുകൊണ്ട് തന്നെ സ്റ്റാർ പ്ലാസ്മ വെസൽ നമ്മുടെ ടെൻഗന് കിട്ടിയില്ല. സോ ഇതിൻ്റെ ഒരു റീസൺ ആയിട്ട് അദ്ദേഹം തന്നെ പറയുന്നത്, എനിക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർ പ്ലാസ്മ വെസൽ കിട്ടിയില്ലായിരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏജിങ് നല്ല രീതിയിൽ കൂടിയെന്നാണ്. അതായത് ഈവൻ ദോ ടെൻഗനായ പുള്ളി ഇമ്മോർട്ടൽ ആണെങ്കിലും അദ്ദേഹത്തിന് ഏജിങ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സോ തുടർന്ന് നമ്മുടെ യൂജിൻ ടീമും പറയുന്നുണ്ട്, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പ്രിസം റേലം എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയാണ്, അതിന് ഞങ്ങളെ ഗാർഡ് ചെയ്യണമെന്ന്. അപ്പോഴേക്ക് ടെൻഗൻ പറയുന്നുണ്ട്, ഞാനത് പറഞ്ഞു തരാം, അതിനു മുമ്പ് നിങ്ങൾ കെൻജാക്കുവിൽ നിന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. തുടർന്ന് കെൻജാക്കുവിൻ്റെ ആ ഒരു എൻറ്റയർ പ്ലാനാണ് ടെൻഗൻ അവിടെ നിന്ന് പറയുന്നത്, ദ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ മാൻകൈൻഡ്. അപ്പോൾ നമ്മുടെ മെഗുമി ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ പുള്ളിക്ക് ഐഡിയൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ പോരെ? അപ്പോഴേക്ക് ടെൻഗൻ പറയുന്നുണ്ട്, അത് ചെയ്യാനുള്ള കേഴ്സ് എനർജി ഇപ്പോൾ തൽക്കാലം കെൻജാക്കുവിന് ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ലോകത്തിലുള്ള എല്ലാ ഹ്യൂമൻസിനെയും എന്നിലൂടെ അസിമിലേറ്റ് ചെയ്ത് എടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്കൊരു ഡൗട്ട്, നിങ്ങൾക്ക് സ്റ്റാർ പ്ലാസ്മ വെസൽ വെച്ച് മാത്രമല്ലേ ഈ ഒരു അസിമിലേഷൻ പോസിബിൾ ആകുള്ളൂ. അപ്പോൾ ടെൻഗൻ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത്, 12 വർഷത്തിനു മുമ്പ് എനിക്ക് ഈ ഒരു സ്റ്റാർ പ്ലാസ്മ വെസൽ കിട്ടിയിരുന്നില്ല, എന്നിട്ട് ഞാൻ പതിയെ ഇവോവേഷൻ അല്ലെങ്കിൽ ഇവോൾവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സാധാ ഹ്യൂമൻ ആണെങ്കിലും എന്നിലൂടെയുള്ള അസിമിലേഷൻ പോസിബിൾ ആണെന്ന് പറയുകയാണ്. ബട്ട് ഈ ഒരു തവണ മൾട്ടിപ്പിൾ പേഴ്സൺസ്, അതായത് എൻറ്റയർ വേൾഡിനെയാണ് അസിമിലേറ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ടെൻഗനിലൂടെ. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവലിലുള്ള എവോൾവേഷൻ ആണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരുത്തൻ്റെ മൈൻഡിലെ നെഗറ്റീവ് എനർജി ചാടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു സുക്കൂണ കാരണം ടോക്കിയോയിൽ നടന്നത് എൻറ്റയർ ലോകത്തിൽ തന്നെ നടക്കും. അതെ, ഇവോൾവ് ആയിട്ടുള്ള ആൾക്കാരുടെ 100 മില്യൺ ഇമ്പ്യൂരിറ്റീസ് ഒരേ സമയം വന്നു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് കൺട്രോൾ ആകുമെന്ന് ടെൻഗൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ യൂജി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കെൻജാക്കു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ടെൻഗൻ പറയുന്നുണ്ട്, മനുഷ്യരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആർക്കും പറയുവാൻ സാധിക്കില്ലെന്ന്. അപ്പോൾ നമ്മുടെ യൂജി ടീമിൻ്റെ വേറൊരു ഡൗട്ട്, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു അസിമിലേഷൻ റിജക്റ്റ് ചെയ്താൽ പോരെന്ന്. അപ്പോഴേക്ക് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ട് തന്നെ എന്നിലുള്ള ഹ്യൂമൻസിനേക്കാളും കൂടുതൽ എൻ്റെ മൈൻഡിലുള്ള കേഴ്സ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ കേഴ്സ്ഡ് സ്പിരിറ്റ് മാനിപ്പുലേഷനിലൂടെ അവർ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു. സോ ഈ ഒരു റീസൺ, അതായത് കെൻജാക്കു ഇയാളെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത് സംഭവിക്കും. അതിൽ നിന്ന് ഇദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ യൂജിയുടെ ടീമിനോട്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ യൂട്ടോ ഒക്കോട്സുവിനോടൊക്കെ എസ്പെഷ്യലി ആ 3 പേരെ പറയുന്നുണ്ട്, അവരോട് തന്നെ ഗാർഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതായത് മൈറ്റി ടെൻഗൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെൻജാക്കു അദ്ദേഹത്തിന് തൊട്ട് താഴെയാണ് ബാരിയർ ടെക്നിക്സിൽ. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ടോംസ് ഓഫ് ദി സ്റ്റാർ, അതായത് അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ബാരിയറൊക്കെ അതായത് കെൻജാക്കുവിന് എപ്പോൾ വേണമെങ്കിലും പൊട്ടിക്കാം. തുടർന്ന് നമ്മുടെ ടെൻഗൻ തനിക്കും അവനും പിന്നെ ഈ 6 ഐസിനും തമ്മിലുള്ള ആ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. സ്റ്റാർ പ്ലാസ്മ വെസലും 6 ഐസും എല്ലാം വിധിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കെൻജാക്കു പാസ്റ്റിൽ 2 തവണയും സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരാലേ? ദ സോഴ്സറർ വിത്ത് 6 ഐസ്. യെസ്, അതേ തുടർന്നാണ് അദ്ദേഹം പിന്നെ 6 ഐസ് ഉള്ള സോഴ്സറിനെ സീല് ചെയ്യുവാൻ വേണ്ടിയുള്ള പ്ലാനിലേക്ക് പോയി പ്രിസം റേലത്തിന് വേണ്ടി സെർച്ചിങ് ആരംഭിച്ചതെന്ന് ടെൻഗൻ പറയുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ആ ഒരു ഇൻ്റർവെൻഷന് പിന്നെ ഒരു തടിയായി വന്നത് 12 വർഷങ്ങൾക്ക് മുമ്പ് ടോജി സെനിൻ എന്ന് പറയുന്ന ഒരാൾ, കേഴ്സ് എനർജി ഫ്രീ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ ഒരു സ്റ്റാർ പ്ലാസ്മ വെസലിനെ കൊന്നപ്പോഴാണ്. പിന്നെ തുടർന്ന് അദ്ദേഹത്തിന് ആ 6 ഐസ് എന്നുള്ള ഒരാളെ കൂടെ സീൽ ചെയ്താൽ മതിയായിരുന്നു. അതിനായിട്ട് കറക്റ്റ് ഗേറ്റോയിനെ കിട്ടുകയും കേഴ്സ് മാനിപ്പുലേഷനിലൂടെ പ്രിസം റേലം അച്ചീവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്ന യൂജിയുടെ ടീം അതേ തുടർന്നല്ലേ അപ്പോൾ കള്ളിങ് ഗെയിം സ്റ്റാർട്ടായെന്ന്. അപ്പോഴേക്ക് ടെൻഗൻ പറയുന്നത്, കള്ളിങ് ഗെയിം ജസ്റ്റ് ഒരു വാമപ്പാണ് എൻ്റെ അസിമിലേഷന് മുമ്പ് എന്ന്.
എന്നിരുന്നാലും നമ്മുടെ കെഞ്ചാക്കു ഇതിൻ്റെ അകത്ത് ജയിക്കണമെങ്കിൽ ആ ഒരു റിച്വൽ കംപ്ലീറ്റ് ചെയ്ത് അവൻ്റെ ആ ഒരു സാധനത്തിൽ എത്തിച്ചേരണമെങ്കിലും അവനും കുറച്ച് നിയമങ്ങളൊക്കെ പാലിക്കണം. അതിൻ്റെ ഒന്നാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെഞ്ചാക്കു കനോട്ട് ബി ദ ഗെയിം മാസ്റ്റർ ഓഫ് ദി കള്ളിങ് ഗെയിം ഹിംസെൽഫ്. ബട്ട് ഈ ഒരു സാധനം ഇവർക്ക് സത്യം പറഞ്ഞാൽ ആശ്വാസമല്ല തരുന്നത്. അതായത് കള്ളിങ് ഗെയിംസിൻ്റെ ഇടയ്ക്ക് കെഞ്ചാക്കിനെ കൊന്നാലും കള്ളിങ് ഗെയിം തീരുകയില്ല. ഇനിയിപ്പോൾ കള്ളിങ് ഗെയിംസ് എൻഡ് ചെയ്യണമെങ്കിൽ തന്നെ ഒന്നെങ്കിൽ എല്ലാ പ്ലേയേഴ്സും മരിക്കണം, അല്ലെങ്കിൽ എല്ലാ പ്ലേയേഴ്സും ഒരുമിച്ച് കളിക്കുവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് എന്നാലും മരിക്കണം. എന്നാലും കള്ളിങ് ഗെയിംസ് തീരുള്ളൂ. അപ്പോൾ നമ്മുടെ യൂട്ടാ കോഡ്സ് പറയുന്നുണ്ട്, എന്നിരുന്നാലും നമ്മൾ ആ ഒരു കള്ളിങ് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പോയിന്റ്സ് കളക്ട് ചെയ്തിട്ട് നമ്മളായിട്ടൊരു റൂള് ആ ഒരു കള്ളിങ് ഗെയിംസിൽ ആഡ് ചെയ്യണം, എന്നാലേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മെഗുമിയും പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് ഗോജോനെ എങ്ങനെയും സീലിംഗിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം, അദ്ദേഹം എന്തെങ്കിലും വഴി ഇതിന് കാണുമെന്ന്. സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ടെൻഗൻ ചോദിക്കുന്നുണ്ട്, ആരൊക്കെയാണ് എന്നെ സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നതെന്ന്. നമ്മുടെ ഷോസോയും യൂക്കിയും ഒക്കോട്സും കൂടെ നിൽക്കാനാണെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. സോ ഇതിനൊരു പ്രത്യുപകാരമായി നമ്മുടെ ടെൻഗൻ ഒരു ബ്ലാക്ക് ബോക്സ് ഇവർക്ക് കൊടുക്കുകയാണ്. ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗോജോനെ സീൽ ചെയ്തിരിക്കുന്ന പ്രിസം റെയിലത്തിൻ്റെ ഒരു ബാക്ക് ഡോർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബട്ട് ഇത് വെച്ചിട്ട് ഫുള്ളി അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഇൻവേർട്ടഡ് സ്ഫിയർ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് റോപ്പോ ഉണ്ടെങ്കിൽ. ബട്ട് ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് അവസ്ഥ എന്തെന്ന് വെച്ചാൽ ഗോജോ ഇത് രണ്ടും ഡിസ്ട്രോയ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മിഗേലും ഒഗോട്സും കൂടെ എബ്രോഡിൽ പോയിട്ട് ആഫ്രിക്കയിലൊക്കെ പോയിട്ട് ബ്ലാക്ക് റോപ്പിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഈ പരിപാടി ഒന്നും നടക്കുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവർ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പം ടെൻഗൻ പറഞ്ഞു, കള്ളിങ് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ഒരു സോഴ്സറുണ്ട്, 1000 വർഷം ജീവിച്ചിരുന്ന എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് ഏഞ്ചൽ എന്നാണ്. സോ ഇവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക്, അതായത് കേഴ്സ്ഡ് ടെക്നിക്കിനെ എന്തുവാണേലും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ അവളുടെ ആ ഒരു സഹായം ഉണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ബോക്സിൻ്റെ പിൻഭാഗം ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് ടെൻഗൻ പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ യുജിയുടെ ടീം ചോദിക്കുന്നുണ്ട്, അവൾ എവിടെയാണെന്ന് എപ്പോഴേലും അറിയാൻ പറ്റുമെന്ന്. അപ്പോഴേക്ക് ടെൻഗൻ പറയുന്നുണ്ട്, യെസ്, അവൾ ടോക്കിയോയുടെ കോളനിയിൽ തന്നെ ഉണ്ടെന്ന്. തുടർന്ന് ജപ്പാനിലുള്ള കോളനികളെ പറ്റിയുള്ള ഒരു ചെറിയൊരു വിവരണമൊക്കെ ടെൻഗൻ കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ മെഗുമി ചോദിക്കുന്നുണ്ട്, കെഞ്ചാക്കുവിൻ്റെ ഈ ഒരു റിച്വൽ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമൊക്കെ എടുക്കുമായിരിക്കുമെന്ന്. ടെൻഗൻ പറയുകയാണ്, ഓൾമോസ്റ്റ് 2 months എന്ന്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അത് ഈ കള്ളിങ് ഗെയിംസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. സോ നമുക്കറിയാം എല്ലാവരും തന്നെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കള്ളിങ് ഗെയിംസിൽ, ഇല്ലേമായിരിക്കും. സോ നമ്മുടെ സൂമിക്കൊക്കെ ആണെങ്കിൽ ഇപ്പം സത്യം പറഞ്ഞാൽ മടുത്ത് അല്ലെങ്കിൽ വിവശയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരൊരു ടൈം ഇടുകയാണ്, ഇനി 10-15 ദിവസം കൂടി ഉള്ളൂ നമുക്ക് ഈ ഒരു മിഷൻ, അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അവൾ മരിച്ചു പോകും. സോ ഇതൊരു ബ്രെയിൻ റോഡ് ടൈപ്പുള്ള ഒരു ഗെയിമാണ് എല്ലാവരും തന്നെ മനസ്സിലാക്കി വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ ഫുഷിഗുറോ ചോദിക്കുകയാണ് ടെൻഗനോട്, ആരാണ് കള്ളിങ് ഗെയിമിൻ്റെ മാസ്റ്റർ എന്ന്. അപ്പോൾ ടെൻഗൻ പറയുന്നത്, എവ്രി ഇൻഡിവിജ്വൽ പ്ലെയറിന് കൊങ്കാനെ എന്ന് പറയുന്ന ഒരു ഷീക്കി ഗാമീനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഗെയിം മാസ്റ്റർ അല്ല, അതൊരു സം സോർട്ട് ഓഫ് എ ഇൻ്റർഫേസ് ആണ്. ടെൻഗൻ അത് കഴിഞ്ഞ് പറയുന്നത്, കള്ളിങ് ഗെയിം സിസ്റ്റത്തെ തന്നെ അതിൻ്റെ ഒരു ഗെയിം മാസ്റ്ററായിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന്. സോ തുടർന്ന് അവർ ഓരോ റൂൾസ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാകുന്നു, ഒരു റൂൾ ആഡ് ചെയ്യാൻ പറ്റും, പക്ഷേ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റൂളും മാറ്റാൻ പറ്റില്ല. സോ അവർക്ക് ബേസിക്കലി ഇപ്പം എല്ലാ റൂൾസിനെ പറ്റി ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഇനി അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ്. അതായത് യൂക്കിയും ചോസോയും കൂടെയാണ് ടെൻഗനെ ഗാർഡ് ചെയ്യാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ മാക്കി ആവട്ടെ സെനിൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ കേഴ്സ്ഡ് ടൂൾസ് എല്ലാം റിട്രൈവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നു. സോ ഗോജോ ഇങ്ങനെ സീലായി കഴിഞ്ഞ് സെനിൻ്റെ അവിടെയുള്ള എല്ലാ കേഴ്സ്ഡ് ടൂൾസും എടുത്തിട്ടുണ്ടെന്നാണ് മാക്കി ഇപ്പോൾ പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ മെഗുമി ഫുഷിഗുറയാണ് സെനിൻ ക്ലാനിൻ്റെ ഹെഡ് എന്ന്. അപ്പോൾ യുജി ഇങ്ങനെ വണ്ടടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ മെഗു പറയുന്നുണ്ട്, ഞാൻ അതിനെപ്പറ്റി പിന്നെ പറയാമെന്ന്. മാക്കി എന്നിട്ട് യൂട്ടയോട് നീ എന്താണ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴേക്ക് യൂട്ട പറയുന്നത്, ഞാൻ ഡയറക്റ്റായിട്ട് കോളനിയിൽ പോയിട്ട് കള്ളിങ് ഗെയിംസിൽ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകാമെന്നാണ് പറയുന്നത്. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻസ് ഞാൻ ഈ ഒരു ഗെയിമിൽ പോയി ഗെയിൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ എന്നിട്ട് മാക്കിയോട് ഫ്യൂഷിഗുറോ ചോദിക്കുന്നുണ്ട്, ഞാനും യൂജിയും കൂടെ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ നിങ്ങൾ പോയി കിഞ്ചി ഹക്കാരിനെ പോയി കാണുക. അപ്പോൾ യൂജി ചോദിക്കുന്നുണ്ട്, കിഞ്ചിയോ അതാര്? അപ്പോഴേക്ക് യൂട്ട പറയുന്നുണ്ട്, കിഞ്ചി ഹക്കാരി ദ സസ്പെൻഡഡ് 3rd year. അപ്പോഴേക്കും നമ്മൾ മാക്കി എടുത്ത് പറയുന്നുണ്ട്, അവനിപ്പോൾ കുറച്ച് നല്ല രീതിയിലൊന്നും ഇരിക്കുന്നത്, എന്നിരുന്നാലും നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരുടെ കുറവുണ്ട്, എന്ത് പറഞ്ഞിട്ടാണേലും പറ്റില്ല, നിങ്ങൾ അവനെ റിക്രൂട്ട് ചെയ്തിട്ടേ പറ്റുള്ളൂ. അപ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട്, അവൻ സ്ട്രോങ് ആണോ എന്ന്. അപ്പോൾ അതിന് മറുപടി പറയുന്ന സാക്ഷാൽ ഒക്കോട്സു യൂട്ടയാണ്. അയാൾ ഇച്ചിരി കുറച്ച് വിഷയമാണ്, എന്നിരുന്നാലും അദ്ദേഹം ഓൺ ഫോക്കസിലാണ്, എന്നേക്കാളും സ്ട്രോങ് ആണെന്നാണ് യൂട്ട പറയുന്നത്. സോ വെയിറ്റിംഗ് ഫോർ ഹക്കാരി. സോ നമ്മുടെ ടെൻഗനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ജോസോയും യൂക്കി അവിടെ നിൽക്കുമ്പോഴേക്ക് യൂജി അങ്ങ് തിരിച്ച് നടക്കുവാണ്. അവർ ഓരോരുത്തരുടെ പരിപാടിക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴേക്ക് യൂജി പറയുന്നുണ്ട്, നീ ഒരു വലിയ ഹെൽപ്പാണെന്ന്. ആരോട്? ജോസയോട്. അപ്പോൾ ജോസ് പറയുന്നുണ്ട്, നീ പുറത്ത് പോയി മരിക്കാതിരുന്നാൽ മതിയെന്ന്.
സോ അവൻ ബൈ പറഞ്ഞത് ചോസോയ്ക്ക് നല്ല രീതിയിൽ ഫീൽ ആയിട്ടുണ്ട്. കാരണം അറിയാലോ എൽഡറി ബ്രദേഴ്സ് ബോൺസ്. സോ അവൻ അവിടെ നിന്ന് കരയുകയാണ്. അവിടെ നിന്നാണ് ആ ഒരു റെലം അല്ലെങ്കിൽ നമ്മുടെ ടെൻഗൻ സാമയുടെ പ്ലേസിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. സോ ഇവിടെ നിന്ന് സീൻ പോകുന്നത് ഒരു കൊമേഡിയൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹം ഇങ്ങനെ ജോക്കൊക്കെ പറയുന്നെങ്കിലും വെറുതെ ഒരു കാര്യമൊന്നും ഇല്ലാത്ത ഡം ജോക്സ് ഒക്കെ തന്നെയാണ്. അദ്ദേഹത്തെ വഴക്ക് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ആൾക്കാർ. അപ്പോഴേക്ക് അത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ പറയുന്നുണ്ട്, ലോകത്ത് 2 ടൈപ്പുള്ള കൊമീഡിയൻസ് ആണ് ഉള്ളത്. ഒന്ന് കൊമിക്സ് കാണിച്ചിട്ട് അയാൾ ഫണ്ണിയാണെന്ന് വിചാരിക്കുന്നവരും ആക്ച്വൽ കൊമിക്സ് ഫണ്ണി ആയിട്ടുള്ളവരും. ഇവിടെ വെച്ചാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. യെസ്, ഇതൊരു ഹെവി ഡയലോഗ് എപ്പിസോഡ് തന്നെയായിരുന്നു. എപ്പിസോഡ് 4 നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ആക്ഷൻ ബാക്ക് സാധനങ്ങളൊക്കെ കാണുവാൻ പറ്റുന്നത്. അവിടെ എഴുതി കാണിക്കുന്നത് കള്ളിംഗ് ഗെയിം പ്ലെയർ ഫൂമിഹിക്കോ തക്കാബ എന്നാണ്. Yeah, yeah.